മക്കളെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കീഴിൽ വരുന്ന നാഷണൽ ഡിഫൻസ് അക്കാഡമി അതേപോലെ നേവൽ അക്കാഡമിയുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫില്ലിംഗ് അപ്പ് ഓഫ് അപ്ലിക്കേഷൻ, അതായത് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 9 തീയതിയാണ്. 9/6 ജൂൺ 9 തീയതിയാണ്. എന്നാൽ ഇതിന്റെ എക്സാമിന്റെ ഡേറ്റ് സെപ്റ്റംബർ 13 തീയതിയാണ്. സെപ്റ്റംബർ 13 തീയതിയാണ്. 13/9 ലാസ്റ്റ് ഡേറ്റ്, എക്സാമിന്റെ ഡേറ്റ്. അപ്പോൾ ഈ രണ്ട് ഡേറ്റ് ഞാൻ കാണിച്ചു. അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ജൂൺ 9 വരെ കൊടുക്കാം. എക്സാം സെപ്റ്റംബർ 13 തീയതിയാണ്. അടുത്ത ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞാൽ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. upsconline.nic. എന്നുള്ള സൈറ്റാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. ഓൺലൈനായിട്ടാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 1 ടൈം എഡിറ്റ് ഫെസിലിറ്റി പിന്നീട് തരും. ഓക്കെ, അതുപോലെ ഇതിൽ പ്രൊസീജിയറുകൾ ശ്രദ്ധിക്കുക. ഇതിലൊരു ലൈവ് ഫോട്ടോ ക്യാപ്ചറിംഗ് ഉണ്ടാവും. നമ്മൾ നീറ്റ് അപ്ലൈ ചെയ്തവർക്കും JEE അപ്ലൈ ചെയ്തവർക്കും ഒക്കെ അറിയാം, ഒരു ലൈവ് ഫോട്ടോ ക്യാപ്ചറിംഗ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ബേസിക് ഡീറ്റെയിൽസ്, മാർക്ക് ഡീറ്റെയിൽ ഒക്കെ ഉണ്ടാവും. അതേപോലെ ഒരു ID പ്രൂഫ് വേണം. ID പ്രൂഫ് ഏതാണെന്ന് വെച്ചാൽ ആധാർ കാർഡ്, അതേപോലെ വോട്ടേഴ്സ് കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, സ്കൂളിന്റെ ഫോട്ടോ ID, എനി അതർ ഫോട്ടോ ID ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ്, ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്ലിക്കൻസ് ആർ സ്ട്രോങ്ലി അഡ്വൈസ്ഡ് ടു യൂസ് ദെയർ ആധാർ കാർഡ് ആസ് ID ഡോക്യുമെന്റ്. ID ആയിട്ട് നിങ്ങൾ ആധാർ ഉപയോഗിക്കാനാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ID തന്നെയാണ് നിങ്ങൾ എക്സാമിനേഷന്റെ സമയത്തും ഇന്റർവ്യൂവിന്റെ സമയത്തും ഒക്കെ കൊണ്ടുപോകേണ്ടി വരുന്നത്. അതുകൊണ്ട് ആധാർ ഉപയോഗിക്കാൻ എപ്പോഴും ബെറ്റർ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മറ്റ് IDകൾ ഉപയോഗിക്കാം, പക്ഷെ പ്രിഫറബിൾ ഏതാണ്? ആധാറാണ്. അടുത്തത് ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എക്സാമിന് നിങ്ങൾ OMR ഷീറ്റ് ഫിൽ ചെയ്യാൻ ബ്ലാക്ക് പോയിന്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്ന് മാത്രം കൊണ്ടുപോകാം. ബ്ലാക്ക് പെന്ന് മാത്രം, മറ്റേതെങ്കിലും കളറോ പെൻസിലോ ഒന്നും സമ്മതിക്കില്ല. അപ്പോൾ ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്ന് തന്നെയായിരിക്കണം. അതേപോലെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടാവും. 1 മാർക്ക് ശരി ഉത്തരത്തിന് കിട്ടിയാൽ 3/1 നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഇതിൽ ടോട്ടൽ എത്ര സീറ്റിലേക്കാണെന്ന് നോക്കാം. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നിലവിൽ ആർമി വിങ്ങിൽ 198 സീറ്റ്, ആൺകുട്ടികൾക്ക് 198ഉം പെൺകുട്ടികൾക്ക് 10 സീറ്റുമാണ്. നേവിയിൽ 37 സീറ്റ് ആൺകുട്ടികൾക്കും 5 സീറ്റ് പെൺകുട്ടികൾക്കുമാണ്. പിന്നീട് എയർഫോഴ്സിലേക്ക് വരുമ്പോൾ ഫ്ലൈയിങ് സെഷനിൽ 90 സീറ്റ് ആൺകുട്ടികൾക്കും 2 സീറ്റ് പെൺകുട്ടികൾക്ക്. ഗ്രൗണ്ട് ഡ്യൂട്ടീസിൽ 16 സീറ്റ് ആൺകുട്ടികൾക്ക് 2 സീറ്റ് പെൺകുട്ടികൾക്ക്. അതേപോലെ നോൺ ടെക്നിക്കൽ സെഷനിലേക്ക് 8 സീറ്റ് ആൺകുട്ടികൾക്കും 2 സീറ്റ് പെൺകുട്ടികൾക്കും. ഇനി നേവൽ അക്കാഡമിയിലേക്ക് 21 സീറ്റാണ് ആൺകുട്ടികൾക്ക്, 3 സീറ്റ് പെൺകുട്ടികൾക്ക്. അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് 370 സീറ്റും പെൺകുട്ടികൾക്ക് 24. അങ്ങനെ ടോട്ടൽ 394 സീറ്റിലേക്കാണ് ഇതിന്റെ എക്സാമിനേഷൻ അല്ലെങ്കിൽ എൻട്രി ഉണ്ടാവുക. എക്സാം സെന്ററുകൾ നോക്കുക. ടോട്ടൽ 86, ഓൾ ഇന്ത്യയിൽ 86ഓളം സ്ഥലങ്ങളിൽ എക്സാം നടക്കുന്നുണ്ട്. അതിൽ കേരളത്തിൽ എക്സാം സിറ്റീസ് കണ്ണൂർ എക്സാമിനേഷൻ ഉണ്ട്, കൊച്ചിയിൽ എക്സാമിനേഷൻ ഉണ്ട്, കോഴിക്കോട് എക്സാമിനേഷൻ ഉണ്ട്, അതേപോലെ തിരുവനന്തപുരത്തും. ഈ 4 സെന്റർ കേരളത്തിലുണ്ട്. 86 ടോട്ടൽ ഉണ്ടെങ്കിൽ അതിൽ 4 സീറ്റ് കേരളത്തിൽ എക്സാം സെന്റർ ഉണ്ടാവും. 4 സെന്റർ ഉണ്ടാവും. ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എലിജിബിലിറ്റിയാണ്. എലിജിബിലിറ്റിയിൽ നോക്കുക, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, അതേപോലെ അൺമാരീഡ് ആയിരിക്കണം. അത് ആൺകുട്ടിയാണെങ്കിലും അതെ, പെൺകുട്ടിയാണെങ്കിലും അതെ, അൺമാരീഡ് ആയിരിക്കണം, വിവാഹം കഴിക്കാത്തവരായിരിക്കണം. അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് നോക്കുക. ഏജ് ലിമിറ്റ് ബോൺ നോട്ട് ഏർലിയർ ദാൻ, അതായത് ജനുവരി 1, 2008 മുമ്പ് ജനിച്ചവരുമായിരിക്കരുത്. നോട്ട് ലേറ്റർ ദാൻ, ജനുവരി 1, 2011 ശേഷം ജനിച്ചവരുമായിരിക്കരുത്. അതായത് ഡേറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജാനുവരി 1, 2018 അതേപോലെ ജാനുവരി 1, 2011 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. 2008 2011 ഇടയ്ക്ക്, ജനുവരി 1, 2008 ജനുവരി 1, 2011 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇതിനു മുമ്പോ, അതായത് ഈ ഡേറ്റിന് മുമ്പോ ഈ ഡേറ്റിന് ശേഷമോ ജനിച്ചവരായിരിക്കരുത്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുക. ഫോർ ആർമി വിങ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാഡമി, ആർമി വിങ്ങിലേക്ക് 12th ക്ലാസ് പാസ്സാവണം. ഓക്കെ, 12th ക്ലാസ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ പാസ്സായാൽ മതി. ആർമി വിങ്ങിലേക്ക് ഏതെങ്കിലും ഒരു +2 പാസ്സായാൽ മതി. എന്നാൽ നേരെ തിരിച്ച് എയർഫോഴ്സ് ആൻഡ് നേവൽ വിങ്സ്, എയർഫോഴ്സിലേക്കും നേവൽ വിങ്ങിലേക്കുമാണെങ്കിൽ, അതുപോലെ കേഡറ്റ് എൻട്രിയിലും ഒക്കെ ആണെങ്കിൽ 12th ക്ലാസ് നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്. അതായത് നിങ്ങൾ ആർമി വിങ്ങിലേക്ക് +2 പാസ്സാവുക. നിങ്ങൾക്ക് സയൻസോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഒന്നും പ്രശ്നമല്ല. നേരെ തിരിച്ച് എയർഫോഴ്സിലേക്കും നേവിയിലേക്കും നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും +2 പഠിച്ചിട്ടുണ്ടാവണം. ഇതാണ് എലിജിബിലിറ്റി.
ഇനി ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചവർക്ക് ഇതിന് രണ്ടിനും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് പാസ്സാവണമെന്നല്ല, +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ +2 റണ്ണിങ് ഓൺഗോയിങ് കുട്ടികൾക്കും പറ്റും, +2 പാസ്സായ കുട്ടികൾക്കും പറ്റും. ഇനി അതിലവർ എലിജിബിലിറ്റി പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2027 ജൂൺ 10 നിങ്ങൾ പാസ്സായതിൻ്റെ ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ജൂൺ 2027 10 നിങ്ങളുടെ ഒരു പാസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും കുഴപ്പമില്ല, +2 പാസ്സായവരാണെങ്കിലും കുഴപ്പമില്ല. നിലവിൽ +1 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് പ്രാക്ടിക്കൽ ആയിരിക്കില്ല, അല്ലെങ്കിൽ ബാധകമായിരിക്കില്ല. ഇനി രജിസ്ട്രേഷൻ ഫീസ് നോക്കുക. രജിസ്ട്രേഷൻ ഫീ 100 രൂപ മാത്രമാണ്. അത് ആർക്കൊക്കെ വേണ്ട? SC കാൻഡിഡേറ്റ് ഫീ അടയ്ക്കേണ്ട, ST കാൻഡിഡേറ്റ് ഈ ഫീ അടയ്ക്കേണ്ടതില്ല, ഫീമെയിൽ കാൻഡിഡേറ്റിന് ഈ ഫീ വേണ്ട. അതേപോലെ വാർഡ്സ് ഓഫ് JCO NCO അതേപോലെ OAS അങ്ങനെ മിലിറ്ററിയിൽ അല്ലെങ്കിൽ സർവീസിലിരിക്കുന്നവരുടെ മക്കൾക്കും അവരുടെ ഡിപ്പെൻഡൻസിനും ഫീസ് അടയ്ക്കേണ്ടതില്ല. ബാക്കി എല്ലാവരും 100 രൂപ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കണം. ഇതൊന്നും റീഫണ്ടബിൾ അല്ല, അതും ശ്രദ്ധിക്കുക. ഈ 100 രൂപ രജിസ്ട്രേഷൻ ഫീ ആണ്. ഇനി ഇത് നിങ്ങൾ ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം ഇനി ഇന്റർവ്യൂ ഉണ്ട്, അതേപോലെ SSBയുടെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആഫ്റ്റർ ഹാവിംഗ് ക്ലിയർ ദ റിട്ടേൺ എക്സാമിനേഷൻ ദ കാൻഡിഡേറ്റ് ഷുഡ് ലോഗ് ഓൺ ടു ദ ഫോളോവിംഗ് വെബ്സൈറ്റ്. പിന്നീടുള്ള പ്രൊസീജിയർ ഒക്കെ ചെയ്യേണ്ടത് UPSC വഴിയല്ല, ജോയിൻ ഇന്ത്യൻ ആർമി വഴി. ആർമിയും അതേപോലെ എയർഫോഴ്സും നിങ്ങൾ ജോയിൻ ഇന്ത്യൻ ആർമി വഴിയും, നേവിയുടേത് ജോയിൻ ഇന്ത്യൻ നേവി എന്നുള്ള സൈറ്റ്. ഈ 2 സൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് അവിടെ നിന്നുള്ള അപ്ഡേറ്റുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതനുസരിച്ച് ഈ മാർക്ക് കൊടുത്തിട്ടാണ് ആ പ്രൊസീജിയറിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ ബാക്കി പ്രൊസീജിയർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെല്ലാം ഈ വഴിക്കായിരിക്കും. എക്സാം ഇന്റർവ്യൂ വരെയാണ് ഈ UPSC വഴി നടക്കുക. ഇനി എക്സാമിനേഷൻ്റെ സ്കീം നോക്കുക. ഒരു എക്സാം ഉണ്ട്, അതിന് മാത്തമാറ്റിക്സും ജനറൽ എബിലിറ്റി ടെസ്റ്റുമാണ് ഉണ്ടാവുക. മാത്തമാറ്റിക്സ് 2.5 മണിക്കൂർ എക്സാമാണ്, 300 മാർക്കിൻ്റെതാണ്. ജനറൽ എബിലിറ്റി ടെസ്റ്റ് 2.5 മണിക്കൂറിൻ്റെതാണ്, അത് 600 മാർക്കിൻ്റെതാണ്. അങ്ങനെ ടോട്ടൽ 900 മാർക്കിൻ്റെ റിട്ടേൺ ടെസ്റ്റ് ആദ്യം ഉണ്ടാവും. അതിനുശേഷം SSBയുടെ ടെസ്റ്റും ഉണ്ടാവും, SSBയുടെ ഇന്റർവ്യൂ ഉണ്ടാവും, അതിനും 900 മാർക്കാണ്. അങ്ങനെ മൊത്തം 1800 നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കപ്പെടുക. മാത്സ് കഴിഞ്ഞിട്ട് പേപ്പർ പാർട്ടിൽ രണ്ടാമത് നമ്മളൊരു ജനറൽ എബിലിറ്റി ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു മാത്സ് ഉണ്ടാവും 2.5 മണിക്കൂർ, 300 മാർക്കിന്, 600 മാർക്കിന് ജനറൽ എബിലിറ്റി ഉണ്ട്. ഈ ജനറൽ എബിലിറ്റിയിൽ എന്തൊക്കെ വരുമെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വരും, ജനറൽ നോളജും വരും. ഈ ജനറൽ നോളജിൽ എന്തൊക്കെയാണ് വരിക എന്ന് വെച്ചാൽ അതിൽ സബ്ജക്റ്റുകൾ വരും. ഫിസിക്സ്, കെമിസ്ട്രി, ജനറൽ സയൻസ് അതായത് ബയോളജി ഉൾപ്പെടെയുള്ളത്, സോഷ്യൽ സ്റ്റഡീസ്, ജിയോഗ്രഫി, കറണ്ട് ഈവന്റ് ഒക്കെ നിങ്ങൾക്ക് ഈ ജനറൽ നോളജിൽ വരും. ഇങ്ങനെ ആദ്യഘട്ട സെറ്റ് അല്ലെങ്കിൽ എക്സാം നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ SSBയുടെ സെക്കൻഡ് പ്രൊസീജിയറിലേക്ക് വരും. അതിൽ SSBയുടെ ടെസ്റ്റും ഉണ്ടാവും, SSBയുടെ ഇന്റർവ്യൂവും ഉണ്ടാവും. അതിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഓഫീസർ ഇന്റലിജൻസ് റേറ്റിംഗ് എന്ന് പറയുന്ന OIR ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ പിക്ചർ പെർസെപ്ഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റും ഉണ്ടാവും. ഈ ഒരു ടെസ്റ്റാണ് SSB ടെസ്റ്റ് എന്ന് പറഞ്ഞത്. അതിനുശേഷം SSBയുടെ ഇന്റർവ്യൂ ഉണ്ടാവും. ഈ 2 പ്രൊസീജിയറും കഴിഞ്ഞ്, അതായത് ആദ്യം നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ടാവും, മാത്സും ജനറൽ എബിലിറ്റിയും ചേർന്നൊരു ടെസ്റ്റ് ഉണ്ടാവും 900 മാർക്കിൽ. ആ 900 മാർക്കിന്റെ എക്സാം ഇത് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമാണ്. പിന്നീട് SSBയുടെ ടെസ്റ്റ് ഉണ്ടാവും, അതേപോലെ SSBയുടെ ഇന്റർവ്യൂവും ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ചേർത്ത് വീണ്ടും 900 ഉണ്ടാവും. ഓക്കെ, ഇതാണ് പ്രൊസീജിയർ. ഞാൻ എക്സാമിന്റെ കേസ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിന് 1 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ അതിൽ 1/3 നിങ്ങളുടെ നെഗറ്റീവ് പോകും. 1/3 നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ പെനാൽറ്റി മാർക്കിംഗ് ഉണ്ടാവും, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇത് CBT അല്ല, ഇത് പെൻ ആൻഡ് പേപ്പർ ആണ്. പെൻ ആൻഡ് പേപ്പർ എക്സാമിനേഷൻ ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾ ബബിൾ ചെയ്താൽ മതി ശരി ഉത്തരത്തെ. അത് നേരത്തെ പറഞ്ഞതിൽ ബ്ലാക്ക് പെന്നുകൊണ്ടാണ് ചെയ്യേണ്ടത്, ബ്ലാക്ക് അല്ലാതെ ഒരു കളർ പെർമിറ്റ് ചെയ്യില്ല. ഇനി സെലക്ഷൻ കിട്ടിയാൽ ഒരു കുട്ടി ആദ്യം അടയ്ക്കേണ്ടി വരിക ഏകദേശം 41,495 രൂപയാണ് ഫീ അടയ്ക്കേണ്ടി വരിക. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ഇത് കൂടാതെ ഇതിൽ സ്കോളർഷിപ്പ് ഒക്കെ വരും, അതിലൊക്കെ കുറവ് വരും. മാക്സിമം അടയ്ക്കേണ്ടി വരുന്ന തുകയാണിത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഗ്രാൻറ്റുകൾ ഉണ്ടാവും, അതുപോലെ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാം, അങ്ങനെയൊക്കെ അത് റീഫണ്ട് ആയിക്കോളും. അപ്പോൾ ഈ ആർമി വിങ് അല്ലെങ്കിൽ നേവൽ വിങ് അതേപോലുള്ള സെഷനിലേക്കുള്ള UPSCയുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം എല്ലാ ഡീറ്റെയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഗ്രൂപ്പിന്റെ ലിങ്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.